ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാഭാഗവതത്തിലെ ഒരു മനോഹരമായ ഭക്തി നിർഭരമായ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അച്ഛനായ നന്ദഗോപരെയും അമ്മയായ യശോദയെയും തൻ്റെ പ്രിയപ്പെട്ട രാധാറാണിയെയും താൻ തന്നെയായ ഗോപസ്ത്രീകളെയും ഗോപകുമാരന്മാരെയും ഒക്കെ കാണുന്ന അതിതീവ്രമായ രംഗം. എല്ലാവരും ആ ഭാഗം കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർത്താൽ തീരാത്ത നഷ്ടമാണ് അതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കേൾക്കാത്ത ഉണ്ടെങ്കിൽ അവർ ആ ഭാഗം നിർബന്ധമായും കേൾക്കണം. അങ്ങനെ എല്ലാവരെയും കണ്ടതിനു ശേഷം, എല്ലാവരോടും സ്നേഹങ്ങൾ പങ്കിട്ടതിനു ശേഷം അന്ന് വൈകുന്നേരം വസുദേവൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു: മകനെ, നിന്നെ കാരാഗൃഹത്തിൽ വെച്ച് പ്രസവിച്ചപ്പോൾ ഞാനും നിന്റെ അമ്മയും കൂടി ചേർന്ന് ചില വഴിപാടുകൾ നേർന്നിരുന്നു. അവയെല്ലാം വേണ്ടവണ്ണം നടത്തുന്നതിന് അന്ന് സാധിച്ചില്ല. ഈ പുണ്യസ്ഥലത്ത് വെച്ച് ഒരു യാഗം നടത്തിയാൽ ആ ദോഷങ്ങൾ മുഴുവനും നീങ്ങുമെന്നും അങ്ങനെ നടത്താത്തതിൻ്റെ ആ പാപ പരിഹാരം നടത്താമെന്നും പുണ്യം സിദ്ധിക്കുമെന്നും എൻ്റെ മനസ്സ് പറയുന്നു. ഇങ്ങനെ വസുദേവർ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. ദേവകിയും രോഹിണിയും ഭർത്താവിൻ്റെ അഭിപ്രായത്തിനോട് അനുകൂലിച്ചു. അതനുസരിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദിവ്യന്മാരായ ഋഷിപുങ്കവന്മാരുടെ ഉപദേശപ്രകാരം ഒരു മഹായജ്ഞം നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചു. മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കണം, അത് സാധിച്ചു കൊടുക്കണം. അത് ഒരു പുത്രൻ്റെ കടമയാണ്. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി ഈശ്വരൻ 8 പത്നികളും ഒരുമിച്ച് ദീക്ഷ ആചരിച്ച് അദ്ദേഹം ആ യാഗം വിധിപ്രകാരം നിർവഹിച്ചു. ഈ യാഗം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ നന്ദഗോപരും യശോദയും അതുപോലെ തന്നെ ഗോപസ്ത്രീകളും ഒക്കെ തന്നെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിച്ചു. അവർ യാത്ര ചോദിക്കാനായിട്ട് എത്തുന്ന ആ സമയത്ത് കൃഷ്ണൻ അവരോട് ഇങ്ങനെ പറയുകയാണ്: അച്ഛാ, എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? യാഗം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അതുവരെ അമ്മയും ഗോപികളും ഒരുമിച്ച് ഇവിടെ താമസിക്കൂ. എൻ്റെ യാഗത്തിന് എൻ്റെ അച്ഛനും അമ്മയും കൂടി വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പാദങ്ങളിൽ അർഘ്യം അർപ്പിച്ചിട്ട് വേണം എനിക്ക് യാഗം ആരംഭിക്കേണ്ടത്. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് കൃഷ്ണൻ നന്ദഗോപരോട് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഇത് കേട്ടുകൊണ്ട് വസുദേവരും അങ്ങോട്ട് വന്നു. വസുദേവരും യാഗം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് നന്ദഗോപരെ പ്രത്യേകം അറിയിച്ചു, ക്ഷണിച്ചു. മകൻ്റെ ആഗ്രഹമല്ലേ, അച്ഛന് അനുസരിക്കാതിരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ മകൻ്റെ ആഗ്രഹപ്രകാരം യാഗകാലമായ 3 മാസം നന്ദഗോപരും യശോദയും ഗോപസ്ത്രീകളും അവിടെ താമസിച്ചു. യാഗത്തിനു ശേഷം വേണ്ട വസ്ത്രാദികൾ നൽകി ഭക്തിപൂർവം കൃഷ്ണൻ മാതാപിതാക്കളെയും ഗോപന്മാരെയും യാത്രയാക്കി. യാത്രയുടെ അവസരത്തിൽ
നന്ദഗോപനും യശോദയും മകനെ ആലിംഗനം ചെയ്ത് കണ്ണുനീർ തൂകി. അതിനുശേഷം ധാരാളമായ അനുഗ്രഹം അവർ തൻ്റെ പൊന്നോമന പുത്രന് നൽകുകയും ചെയ്തു. വേദനയോടു കൂടിയ ആ വേർപാട് അത് അവിസ്മരണീയമായ അവസാനത്തെ യാത്ര അയപ്പ് ആയിരുന്നു. പിന്നീടൊരിക്കലും ഈ ജന്മത്തിൽ നന്ദഗോപർക്കോ യശോദയ്ക്കോ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കൃഷ്ണൻ അവരെയും കണ്ടില്ല. ധർമ്മപുത്രാദികളെയും മറ്റു ബന്ധുക്കളെയും കൃഷ്ണൻ ബഹുമാനത്തോടുകൂടി യാത്ര അയച്ചതിനു ശേഷം എല്ലാവരോടും കൂടി ദ്വാരകയിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വസുദേവര് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് തൻ്റെ പുത്രനോട് ഇങ്ങനെ പറഞ്ഞു: മകനെ, കാരാഗൃഹത്തിൽ വെച്ച് നിന്നെ പ്രസവിച്ച അവസരത്തിൽ നിന്റെ മഹത്വത്തെക്കുറിച്ച് പലതും എന്നോട് പറഞ്ഞു. പക്ഷേ മായയുടെ ഒരു ശക്തിയാൽ ഞാൻ അതെല്ലാം മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ മഹർഷികൾ പറയുന്നു, വസുദേവരെ, അങ്ങയെപ്പോലെ ഒരു പുണ്യാത്മാവ്, ഒരു ധന്യാത്മാവ് ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നു, സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരിയാണ് അങ്ങയുടെ പുത്രനായി ജനിച്ചിരിക്കുന്നത് എന്ന്. ഇത് ശരിയാണോ മകനെ എന്ന് വസുദേവർ കൃഷ്ണനോട് ചോദിക്കുകയാണ്. കൂട്ടത്തിൽ ദേവകിയുമുണ്ട്. ദേവകി പറഞ്ഞു: മകനെ, മഹർഷികൾ അങ്ങനെ അരുളി ചെയ്തത് സത്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രസവവേളയിൽ നീ കാണിച്ച വിശ്വരൂപം ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. നിന്റെ വായിൽ സമസ്ത ലോകങ്ങളെയും യശോദയ്ക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് യശോദയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും നീ കാണിച്ച ഓരോ അത്ഭുതങ്ങളെക്കുറിച്ച് യശോദ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെയും ഒരാഗ്രഹം ഞാൻ നിന്നോട് പറയട്ടെ. ഗുരുവരൻ്റെ മരിച്ചുപോയ മകനെ നീ ഗുരുദക്ഷിണയായി കൊണ്ടുവന്നു കൊടുത്തു. ഞാനത് കേട്ടിട്ടുണ്ട്. നിനക്കു മുമ്പ് ഞാൻ പ്രസവിച്ചിട്ടുള്ള നിന്റെ ജ്യേഷ്ഠന്മാരായ 6 കുഞ്ഞുങ്ങളെ ദുഷ്ടനായ നിന്റെ അമ്മാവൻ കംസൻ പാറമേൽ അടിച്ച് കൊന്നു. ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണുവാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഞാൻ പ്രസവിച്ച അമ്മയല്ലേ, എൻ്റെ മക്കളല്ലേ. നിന്റെ മാതാവിൻ്റെ ഈ ആഗ്രഹം എൻ്റെ മകൻ സാധിച്ചു തരുമോ? ഇങ്ങനെ ദേവകി കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, സമാധാനിക്കൂ. അമ്മയുടെ പുത്രന്മാരെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അമ്മയുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിവില്ലാത്ത പുത്രൻ പുത്രനല്ല. ഇങ്ങനെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചതിനു ശേഷം സർവേശ്വരൻ നേരെ സുതല ലോകത്തിലേക്ക് ചെന്നു. ഈ സുതലം എന്ന ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? മഹാബലിയാണ്. അദ്ദേഹം ഭഗവാനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ഭഗവാനെ സ്വീകരിച്ച് പൂജിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ് മഹാബലി, അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടെഴുന്നള്ളുവാനുള്ള കാരണം എന്താണ്? അവിടുത്തെ പാദസ്പർശത്താൽ അടിയൻ്റെ ഈ സുതല ലോകം സ്വർഗമായി തീർന്നിരിക്കുന്നു. മഹാബലിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ സർവേശ്വരൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ഭക്തോത്തമ, മന്വന്തരങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രനായി വാഴുവാനുള്ള അങ്ങ് വസിക്കുന്ന ഈ സ്ഥലം അധോ ലോകമാണെങ്കിലും പുണ്യവാനായ അങ്ങയുടെ സാന്നിധ്യത്താൽ ദേവലോകത്തിനു തുല്യമാണ്. ഈ ലോകത്തിലേക്ക്
അങ്ങ് താഴ്ത്തപ്പെട്ടത് ഭാവിയിൽ അങ്ങയെ സ്വർഗത്തിൻ്റെ അധിപതിയായി ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ ഇവിടെ വന്നത് മറ്റൊന്നിനുമല്ല. വിധിനന്ദനായ മരീചി മഹർഷിക്ക് കശ്യപനെ കൂടാതെ ബ്രഹ്മജ്ഞരായ 6 പുത്രന്മാർ കൂടി ഉണ്ടായി. അവരുടെ ജീവിത രീതിയും സ്വഭാവവും പെരുമാറ്റവും ബ്രഹ്മജ്ഞന്മാർക്ക് യോജിക്കാത്ത വിധം കാണപ്പെട്ടതിനാൽ ബ്രഹ്മദേവൻ അവരെ അസുരന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. അതനുസരിച്ച് അവർ 6 പേരും ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു. അവരുടെ അനുജനായിട്ടാണ് പിന്നീട് അങ്ങയുടെ പിതാമഹനായ പ്രഹ്ലാദൻ ജനിച്ചത്. വിഷ്ണുദേവൻ നരസിംഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചതിനു ശേഷം വളരെ കാലം അവർ അസുരലോകത്ത് ജീവിച്ചു. അങ്ങയുടെ കാലത്തും അവർ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. ശാപമോക്ഷത്തിന് സമയം അടുക്കാറായപ്പോൾ അവർ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ എൻ്റെ ജ്യേഷ്ഠന്മാരായി വന്ന് ജനിച്ചു. ശിശുപ്രായത്തിൽ തന്നെ കംസൻ അവരെ കൊല്ലുകയും ചെയ്തു. അവർ 6 പേരും ഇപ്പോൾ അങ്ങയുടെ ഈ ലോകത്തിൽ വാഴുന്നുണ്ട്. എൻ്റെ അമ്മയെ ഒന്ന് കാണിച്ച് അവരുടെ ദുഃഖം തീർക്കുവാൻ വേണ്ടി ആ 6 പേരെയും എനിക്കൊന്ന് കൊണ്ടുപോകണം. അവരുടെ ശാപമോക്ഷത്തിനുള്ള സമയമായിരിക്കുന്നു. എൻ്റെ സ്പർശനത്താൽ അവർക്ക് ശാപമോചനം സിദ്ധിക്കുന്നതാണ്. ഇങ്ങനെ സർവേശ്വരൻ മഹാബലിയോട് പറയുകയാണ് തൻ്റെ അമ്മയുടെ ദുഃഖം തീർക്കുന്നതിന് വേണ്ടിയിട്ട്. വിശ്വേകനാഥൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ ഭക്തവത്സലനായ മഹാബലി ഭക്തിപൂർവം കേൾക്കുകയും അനുസരിക്കുകയും സന്തോഷത്തോടുകൂടി ആ 6 അസുരന്മാരെയും ഭഗവാന്റെ തൃക്കൈയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വേഗം തന്നെ ഭഗവാൻ ആ 6 പേരോടും കൂടി ദ്വാരകയിലെത്തി മാതാവിൻ്റെ മുമ്പിൽ നിർത്തി കാണിച്ചു കൊടുത്തു. അസുരരൂപികളായ തൻ്റെ പുത്രന്മാരെ കണ്ട് ദേവകിക്ക് മനസ്സിൽ വലിയ വിഷമവും വേദനയും തോന്നി. എങ്കിലും താൻ പ്രസവിച്ച പുത്രന്മാരാണല്ലോ എന്നുള്ള വാത്സല്യത്തോടു കൂടി അവൾ തൻ്റെ പുത്രന്മാരെ ചേർത്തു നിർത്തി ചുംബിച്ച് കണ്ണുനീർ പൊഴിച്ചു. പെട്ടെന്ന് തന്നെ അത്ഭുതം! അമ്മയുടെ സ്പർശനത്താൽ ഈ 6 കുമാരന്മാർക്കും അവരുടെ ആസുര രൂപം നഷ്ടപ്പെടുകയും അവർ സുന്ദരന്മാരായ കുമാരന്മാരായി കാണപ്പെടുകയും ചെയ്തു എന്ന് ഭാഗവതം പറയുന്നു. അതിനുശേഷം അവർ അമ്മയുടെ അനുഗ്രഹങ്ങളും വാങ്ങി ദേവലോകത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് ദേവകിയുടെ നഷ്ടപുത്ര ദർശനം. മഹാഭാഗവതത്തിൽ ഇപ്രകാരമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അമ്മയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാത്ത പുത്രനല്ല, മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാത്തവൻ പുത്രനല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഒരു വാചകം മാത്രം നമ്മളെടുത്ത് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ കഥകളാണ്. ഈ കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ നമ്മുടെ വീട് സ്വർഗമായി തീരും. ഈ ലോകം സ്വർഗമായി തീരും. ഇങ്ങനെ വേണം ഓരോ മക്കളും. അമ്മമാരും അച്ഛന്മാരും എന്തൊക്കെ ചെയ്യണം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അവരും അതേ രീതിയിൽ പെരുമാറണം. സഹോദരങ്ങൾ എങ്ങനെയാകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഭാര്യമാരെങ്ങനെയാകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഭർത്താക്കന്മാരെങ്ങനെയാകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഭക്തകൾ എങ്ങനെയാകണം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും
അവരവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവരവരുടെ ഭാഗങ്ങൾ ശരിയായ വിധം ജീവിച്ചു തീർക്കുകയാണെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ കടമകൾ വിസ്മരിച്ചു ജീവിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും അനർത്ഥങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഓരോ വീടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കുകയും നമ്മുടെ ജോലികൾ കൃത്യമായി ചെയ്യുകയും ഭഗവാനെ മനസ്സിൽ നിരീച്ച് മുമ്പോട്ട് പോവുകയും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ ഇരിക്കുകയും മറ്റുള്ളവരെ പറ്റി ദുഷിച്ച വാക്കുകൾ പറയാതിരിക്കുകയും ദേശസ്നേഹികളായിരിക്കുകയും ഈശ്വര വിശ്വാസികളായിരിക്കുകയും 10% ഗോപികമാരെ പോലെ ആകാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സർവേശ്വരൻ്റെ അപാരമായ അനുഗ്രഹം നമുക്കുണ്ടാവുകയും നമ്മുടെ ജീവിതം സുന്ദരമാവുകയും ചെയ്യും. ഭഗവത്ഗീത കൃത്യമായി പഠിക്കണം. നമ്മുടെ ചാനലിൽ ഭഗവത്ഗീത ഓരോ ശ്ലോകങ്ങളായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേരത് കേൾക്കുന്നുണ്ട്? കേൾക്കുന്നവർ കമൻ്റ് ഇടൂ. കേൾക്കാത്തവർ നമ്മുടെ ചാനലിലുണ്ട്. സമയം കിട്ടുന്ന സമയത്ത് ഭഗവത്ഗീത പഠിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.